കണ്ണൂർ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട. വാഹന പരിശോധനയ്ക്കിടെയാണ് വടകര സ്വദേശികളായ അമൽരാജ്, അജാസ് എന്നിവർ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും വടകരയിലേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറിൽ നിന്നും 52.252 ഗ്രാം മെത്താഫിറ്റാമിനും 12.90 ഗ്രാം കഞ്ചാവുമാണ് കണ്ടെത്തിയത്. ആലപ്പുഴ മാന്നാറിൽ വീടിന് മുമ്പിൽ നിന്ന മരം കടപുഴകി വീണു. നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന റോഡിലാണ് അപകടം. തുടർന്ന് മരം മുറിച്ചു നീക്കിയതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. കാട്ടാക്കട പൂവച്ചിലിൽ സ്കൂളിന് സമീപം വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയയാൾ അറസ്റ്റിൽ. മുളമൂട് സ്വദേശി വികലാംഗനായ പ്രദീപ് കുമാറാണ് വിദേശ മദ്യവുമായി പിടിയിലായത്. രക്ഷിതാക്കളുടെ പരാതിയിലാണ് നടപടി. വീഡിയോ എടുത്ത മാധ്യമപ്രവർത്തകന് നേരെ പ്രദീപ് കുമാർ വധഭീഷണി മുഴക്കി. പറഞ്ഞുകൊണ്ട് നീ മൊബൈലിലെടുത്ത് ഫേസ്ബുക്കിലല്ലേ എവിടെ ഇട്ടാലും ശരിയല്ല, എന്റെ ഫോട്ടോ നിന്നെ ഞാൻ ഉറക്കും. ഇതിന്റെ കടയിൽ കൂടെ എനിക്ക് കുറച്ച് ചിലവിടാവും. ഓൾ ഇന്ത്യ കിസാൻ ഖേത് മസ്ദൂർ സംഘടനയുടെ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ അസീസ് നിർവഹിച്ചു. സെപ്റ്റംബർ 23 ഡൽഹിയിൽ നടക്കുന്ന കർഷക മഹാപഞ്ചായത്തിന് കേരളത്തിൽ നിന്നും കർഷകരെ പങ്കെടുപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. തുടർന്ന് ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുകയും ടി കെ ഗോപിയെ പ്രസിഡന്റായും PR സതീഷിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു.